നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് ഭൂമി കുലുങ്ങിയതായി നാട്ടുകാർ. രാത്രി 11:20ഓടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടയ്ക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലും ആളുകൾ ഭൂമി കുലുങ്ങിയതായി പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ടൈലുകൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പടർത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP വിഭാഗത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന 18ാം വാർഡായ ENT വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ തറയിൽ പാകിയിരുന്ന ടൈലുകളാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. രാത്രി 10:30ഓടെയാണ് സംഭവം. ഈ സമയത്ത് ഏകദേശം 20ഓളം പേർ വാർഡിലുണ്ടായിരുന്നു. ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി. അപ്രതീക്ഷിത ശബ്ദം കേട്ട രോഗികളും കൂട്ടിരിപ്പുകാരും വാർഡിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ സുരക്ഷാ ജീവനക്കാരും സ്ഥലത്തെത്തി എല്ലാവരെയും OP വിഭാഗത്തിലെ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറ്റി. കെട്ടിടത്തിന് ഘടനാപരമായ തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് പോലീസ് അറിയിച്ചു. സ്ഥലത്ത് സുരക്ഷ ശക്തമാക്കിയതിനോടൊപ്പം വിശദമായ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കും. ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷൻ പള്ളിയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. രാവിലെ 8:30-നാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണം ഉൾപ്പെടെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹ വിക്ഷേപണം ഇന്ന് രാവിലെ 8:54-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപണം. ലോകത്തെവിടെയും നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈൽ വികസിപ്പിച്ചെടുത്ത ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം. ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. പാലാ തൊടുപുഴ റോഡിൽ അയങ്കൊമ്പിലാണ് അപകടം. തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കാറിലുണ്ടായിരുന്നത്. കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 7 വയസ്സുകാരിയുമുണ്ട്. ഇവരെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.